എല്ലാവർക്കും ജയ്മോൻ പഴങ്ങാണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു അടിപൊളി ഒരു ലൈഫ് സ്റ്റൈലാണ്. അതായത് നമ്മുടെ കാനഡയിലെ ക്യാബിൻ ലൈഫിനെ പറ്റിയാണ്. ഞങ്ങൾ ക്യാബിൻ ലൈഫ് എക്സ്പീരിയൻസിന് വേണ്ടി ചൂസ് ചെയ്തത് നമ്മുടെ ലാക് ല ബിഷ് എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ടൗൺഷിപ്പാണ്. അതിനോട് ചേർന്നുള്ള സർ വിൻസ്റ്റൺ ചർച്ചിൽ എന്ന് പറഞ്ഞ പ്രൊവിൻഷ്യൽ പാർക്കിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ക്യാബിൻ ഏരിയയിലായിരുന്നു. കാനഡയിലെ ക്യാബിൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാബിൻ ലൈഫ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെയാണ്. കാരണം നമ്മൾ നല്ല പ്രൈവസിയൊക്കെയുള്ള, ചിലപ്പോൾ ചിലത് സെറ്റ് ചെയ്തിരിക്കുന്നത് വലിയ കൊടും കാടുകളിലായിരിക്കും. അതിനോടൊപ്പം തന്നെ ലേക്ക് ഉണ്ടാവും. പിന്നെ ഫിഷിങ്ങിനും ഹൈക്കിങ്ങിനും ബൈക്കിങ്ങിനൊക്കെ പറ്റുന്ന രീതിയിലായിരിക്കും എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ഗ്രൂപ്പായിട്ടോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ടോ നല്ല പ്രൈവസിയോടുകൂടി നമുക്ക് മാത്രം എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അവർ ഓരോ ക്യാബിൻസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ചെറിയ വീടുകളാണ് അത്, പക്ഷെ പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ക്യാബിൻ പോലെ നമുക്ക് തോന്നും. അതുകൊണ്ടായിരിക്കും ഇവരിതിനെ ക്യാബിൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഒരു നല്ല വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു. അതിന്റെ നല്ല ഒരു അടിപൊളി വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഇവിടെ ചെറിയ 2 ടെന്റുകളുണ്ട്. ആ ടെന്റുകൾ ഇങ്ങനെയാണ് സെറ്റപ്പ് ചെയ്തേക്കുന്നത്. തുണി കൊണ്ട് ഉണ്ടാക്കിയതാണ്. അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നമുക്ക് പാർട്ടി കൂടാനൊക്കെ ആയിട്ട് വർത്താനൊക്കെ പറഞ്ഞിരിക്കാൻ പറ്റുന്ന രീതിയിൽ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഞങ്ങളിവിടെ ക്യാബിൻ്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ നമ്പർ 7 ആണ് സെലക്ട് ചെയ്തേക്കണത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് അതിൻ്റെ സെറ്റപ്പൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇനി ആരെങ്കിലും വരണമെങ്കിൽ അത് ഉപകാരപ്പെടും. അപ്പോൾ നല്ല കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. കാണിച്ചു തരാം. നമ്പർ 7 എല്ലാ ക്യാബിനും ഇങ്ങനെ നമ്പർ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തിട്ട് വരുമ്പോൾ ആ നമ്പർ ചൂസ് ചെയ്തിട്ട് ഇനി പോന്നാൽ മതി. ഒരേ ലൈനിൽ തന്നെയാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ മെറ്റീരിയലൊക്കെ ഇങ്ങനെ ഉപയോഗിക്കുന്നതുകൊണ്ടായിട്ടാണ് ഇതിനെ ക്യാബിൻസ് എന്ന് വിളിക്കുന്നത്. നമ്മുടെ കണ്ടെയ്നറിൻ്റെ ഒക്കെ ഒരു മെറ്റീരിയലാണ് അവർ ഉപയോഗിച്ചേക്കുന്നത്. ഇതാണ് ഫുൾ ലുക്ക് അതിൻ്റെ. ഇവിടെ നമുക്കിരുന്ന് രാത്രിയിൽ പാർട്ടിയൊക്കെ ചെയ്യാനുള്ള ഒരു സംഭവമുണ്ട്. ഒരു അടിപൊളി ഫയർ പിറ്റ് ഉണ്ട്. ഇവിടെയാണ് നമ്മളൊക്കെ മരമൊക്കെ കൊണ്ടുവന്നിട്ടിട്ട് കത്തിച്ച് രാത്രിയിൽ നല്ല രസമായിരിക്കും. ഇവിടെ ഒരു ബാർബിക്യൂ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബാർബിക്യൂ എല്ലാം ഭംഗിയായിട്ടുണ്ട്. ഇവിടെ ഓൾറെഡി ഗ്യാസ് ഹുക്കപ്പ്ഡാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേറെ ഗ്യാസ് സിലിണ്ടർ കൊണ്ടേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ യൂസ് ചെയ്തിട്ട് ഭംഗിയായിട്ട് ഇതേപോലെ ഇട്ടിട്ട് കൊണ്ടുപോകാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് കയറാം നമുക്ക്. നമ്പർ ലോക്കാണ്. നമ്മൾ ബുക്ക് ചെയ്ത് വരുമ്പോഴേക്കും
ഈ നമ്പർ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്പർ ഇട്ടതിന് ശേഷം നമുക്കിതിലേക്ക് എൻ്റർ ചെയ്യാവേ. നമ്മൾ നമ്പർ അടിക്കുകയാണ്. ഓപ്പണായി. ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ. ഒരു നല്ല ഡൈനിങ് ടേബിളുണ്ട്, ഇരുന്ന് റിലാക്സ് ചെയ്യാനുള്ള കൗച്ചുകൾ, പിന്നെ ഒരു ഫയർ പ്ലേസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു വിൻ്ററിലൊക്കെ ആയിരിക്കും ഇത് കൂടുതൽ ഉപകാരപ്പെടുന്നത്. നമുക്ക് തന്നെ ഇവിടെ ഇത് ഇലക്ട്രിക്കലാണെന്ന് തോന്നുന്നത്. ഇലക്ട്രിക്കൽ ഇതാണ്. പിന്നെ അതിന് ശേഷം ഒരു നല്ലൊരു കിച്ചൺ ഇവിടെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓവനുണ്ട്, സിങ്ക്, കബോർഡ്സ്, നല്ലൊരു ഫ്രിഡ്ജുണ്ട്. പിന്നെ അത്യാവശ്യം ബ്രെഡ് ടോസ്റ്റ് ചെയ്യാനുള്ള സംഭവങ്ങളും ബേക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. നമുക്ക് 2 മുറിയാണ് ഇതിനോട് കൂടി ഉള്ളത്. ലൈറ്റ് ഇട്ട് നോക്കാം. ഇതൊരു നല്ല സ്പെഷ്യലുള്ള മുറിയാണ്. പിന്നെ ഇവിടെ നമ്മുടെ പിള്ളേർക്കൊക്കെ ഇഷ്ടംപോലെ, അതായത് 3 ബെഡാണ് അവർ സെറ്റ് ചെയ്തേക്കണത്. 1 മേളിൽ, 2, 3. അപ്പോൾ 3 പേർക്ക് ഈസിയായിട്ട് കിടക്കാം. അല്ലെങ്കിൽ പിള്ളേരൊക്കെ ആണെങ്കിൽ 2 പേർക്ക് വെച്ചും കിടക്കുകയും ചെയ്യാവേ. അപ്പോൾ ഒരു 8 പേരെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. 8 പേർക്കുള്ളൊരു പാക്കേജാണ്. നമുക്ക് $75 ഇത്. പിന്നെ ഇവിടെ നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള വാഷ്റൂമുണ്ട്. നല്ല കൺവീനിയൻ്റ് ആയിട്ടുള്ള കുളിക്കാനും എല്ലാവരും ചെയ്യാവുന്ന നല്ലൊരു ബാത്റൂമാണ്. ഇവിടെ നിന്ന് നേരെ കാണുന്ന വ്യൂ ആണ്. നല്ലൊരു വ്യൂ ആണ്. അപ്പോൾ ഈ ലേക്കിൻ്റെ അതിനോട് ചേർന്നാണ് ഇവർ എല്ലാ ക്യാബിൻസും ബുക്ക് ചെയ്തിരിക്കുന്നത്. അവന്മാർ സെറ്റ് ചെയ്തേക്കുന്നത് ഇതാണ് മൊത്തത്തിൽ കാണുന്നത്. നമ്മുടെ ലേഡീസ് ഓൾറെഡി റിപ്സ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി സാധനം. നദാനിയല്ലേ, ഇവിടുത്തെ സ്ഥലം എങ്ങനെ ഇഷ്ടപ്പെട്ടോ? ആണാ, എനിക്ക് ഇഷ്ടപ്പെട്ടോ? അടിപൊളി. നമ്മുടെ സാലഡ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കെയിൽ എന്ന് പറഞ്ഞൊരു ലീഫാണ്, അതുകൊണ്ടുള്ളൊരു സ്പെഷ്യൽ സാധനമാണ്. നമുക്ക് സൂപ്പർ സ്റ്റോറിലൊക്കെ മേടിക്കാൻ കിട്ടും. നമ്മുടെ ചിക്കൻ ബാർബിക്യൂ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ കുറച്ച് ബാർബിക്യൂ സോസ് അതിലേക്ക് ഇടാൻ പോവാം.
എങ്ങനെയുണ്ടായിരുന്നു സ്റ്റേ? നല്ല സ്റ്റേ ആയിരുന്നു, നല്ല സ്ഥലമാണ്, ഇനിയും വരണം. ആണല്ലേ, ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. കുഴപ്പമില്ല, സൂപ്പർ. ആ സ്റ്റേയോട് ചേർന്ന് തന്നെ നമുക്കൊരു നല്ലൊരു ബീച്ചുണ്ട്. ആ ബീച്ചിലേക്കാണ് ഞങ്ങൾ വന്നേക്കണത്. അപ്പോൾ അതിൻ്റെ വ്യൂസൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ഫ്രീ ആയിട്ട് ലൈഫ് ജാക്കറ്റ് ഉണ്ട്. നമ്മൾ ഉപയോഗിക്കുക, സ്വന്തമായിട്ട് ഉപയോഗിച്ച് ഉപയോഗം കഴിഞ്ഞിട്ട് ഇവിടെ തിരിച്ചിടാം. അപ്പോൾ അതുകൊണ്ട് ആളുകൾക്കൊക്കെ ഉപയോഗിക്കണമെങ്കിൽ ഇതെടുക്കാവുന്നതാണ്. നല്ല സൂപ്പർ ക്ലീൻ ആയിട്ടുള്ള വെള്ളമാണ് ഇവിടെ. അപ്പോൾ കുളിക്കാനൊക്കെ ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാം. എല്ലാവരും വെള്ളത്തിൽ ചാടാൻ റെഡി ആയിട്ട് വരുന്നുണ്ട്.
ഞങ്ങൾ ഒരു നൈറ്റും 2 ഡേയും ആയിരുന്നു. അപ്പൊ ഒരു നല്ല അടിപൊളി ഒരു ക്യാബിൻ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. ഇനി നിങ്ങളിലേക്ക് അടുത്തൊരു പുതിയ നല്ലൊരു വീഡിയോ എത്തിക്കുന്നവരെ എല്ലാവർക്കും ഒരു ഗുഡ് ബൈ.